എടാ ഞാൻ പറഞ്ഞ പരിപാടി ആലോചിച്ചു നീ. കോഴി ബിസിനസ്. എടാ നീ ഉത്തർപ്രദേശിലേക്ക് ബീഫ് കയറ്റി അയക്കുന്ന ഒരു പരിപാടിയായിട്ട് വന്നല്ലോ. എടാ ഞാൻ ലോൺ എടുത്തിട്ടല്ലേ പോത്തു കുഞ്ഞുങ്ങളെ മേടിച്ചത്. ഇപ്പോൾ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പട്ടിപ്പണി എടുക്കേണ്ട അവസ്ഥയായി. ആ പരിപാടി എങ്ങനെയാ പാളിയെ? അത് നല്ലൊരു പരിപാടി ആയിരുന്നു. പക്ഷെ അവർ നിന്റെ പോത്തും കുഞ്ഞുങ്ങളെ ഗോമാതാവായിട്ടാണ് കണ്ടത്. ഞാൻ പിന്നെയല്ലേ മനസ്സിലാക്കി. എന്നാലും അവർ ഈ പൊറോട്ടയോടെ എന്തായിരിക്കും ചുരുട്ടി പിടിക്കുന്നുണ്ടാവുക. എനിക്കാണെങ്കിൽ നല്ല മൊരിഞ്ഞ ബീഫ് ഫ്രൈ ഇല്ലാതെ പൊറോട്ട അടിക്കുന്ന ആലോചിക്കാനേ വയ്യ. കോഴി ബിസിനസ്. എടാ ഈ കോഴി കച്ചവടം എന്ന് പറഞ്ഞാൽ മുഴുവൻ കാശ് നീ വിചാരിക്കുന്ന പോലെ അല്ല. ഉദാഹരണത്തിന് നമ്മൾ കോഴി തോലുകൊണ്ട് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി വിൽക്കുന്നു. കോഴി തീട്ട ഉണക്കി പൊടിച്ച് വളമായിട്ട് വിൽക്കുന്നു. കോഴി ഇറച്ചി കയറ്റി വയ്ക്കുന്നു. ബീഫല്ല ആൾക്കാർ കഴിക്കാത്തുള്ളൂ, കോഴി ഇറച്ചി എല്ലായിടത്തും കഴിക്കും. തിങ്ക്. ഇനിയിപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും? എടാ ഇതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരില്ല. നീ ജസ്റ്റ് ഒരു രൂപ നീ ഇൻവെസ്റ്റ് ചെയ്യ്. എത്ര? ഒരു രൂപ നീ ഇൻവെസ്റ്റ് ചെയ്യ്. ബാക്കി ക്ലിയർ ആയിട്ട് പറയടാ. ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എടാ ഞാൻ ഇതിൻ്റെ കാശ് കൊടുക്കുന്നുള്ള ബലത്തിലെടാ നീ നാരഞ്ഞാവളം കൂച്ചുന്നു. അവൻ്റെ ഒരു കോഴിത്തൂട്ടവും ബിസിനസ്സും വല്ല പണിക്കും മനുഷ്യനോട്. എന്റെ വേറെ ഐഡിയ ഉണ്ട്. ഒന്ന് പോയടാ. എനിക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്ത് കോടീശ്വരൻ അവൻ അറിയടാ. എടാ ഈ നാരങ്ങളത്തിന് കാശെങ്കിലും കൊടുത്തിട്ട് പോടാ. മോനെ ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ? പിന്നെ തരാം. നീ കഴിഞ്ഞ ആഴ്ചത്തെ പിന്നെ തരാം. പിന്നെ തരാട്ടാ. പറയട്ടെ. അതെന്റെ സുഹൃത്ത് അവൻ. പോക്കോട്ടെ. ചേട്ടാ ഇങ്ങനെ ചായക്കടയും കൊണ്ട് നടന്നാൽ മതിയോ? നമുക്കൊരു ബിസിനസ് ചെയ്ത് അംബാനി ആവണ്ടേ?